ഭൂകമ്പത്തെ ബൈബിൾ പറയുന്നുണ്ട്. ആ വാക്യം വിശുദ്ധ മത്തായി സുവിശേഷത്തില വായിച്ച വേദവാക്യമാ. അതിന്റെ 27-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കേണ്ട 50 മുതൽ 52 വരെ വാക്യത്തിൽ മത്തായി സുവിശേഷം 27-ാം അധ്യായം 50 മുതൽ 52 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. ആ ഭൂകമ്പം എപ്പോഴാ ഉണ്ടായെന്നറിയാമോ? മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മശിഹ തമ്പുരാനായി എന്റെ യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമമെന്ന് സ്നാപകൻ വിളിച്ചു പറഞ്ഞ, യോഹന്നാൻ വിളിച്ചു പറഞ്ഞ, പിതാക്കന്മാരുടെ പുസ്തകങ്ങളിൽ ചേർത്ത വരുവാനുള്ള ശിശുവെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇമ്മാനുവേൽ എന്ന യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി ഇറങ്ങി വന്ന ശേഷം ഇറങ്ങി വന്ന യേശു 33.5 വയസ്സ് വരെ ഈ ഭൂമിയിൽ മനുഷ്യനോട് കൂടെ പാർത്തു, മനുഷ്യനോട് കൂടിയായിരുന്നു. അവസാനത്തെ 3.5 വർഷം അവന്റെ ശുശ്രൂഷകൾ തികച്ചു. അനന്തരമായി ഈ ഭൂമിയിൽ തന്റെ ശുശ്രൂഷകൾ തികച്ച ശേഷം തന്റെ പ്രവൃത്തി തികക്കേണ്ടതിന് ദൈവത്തിന്റെ പദ്ധതിക്കായി ഏൽപ്പിച്ചു കൊടുത്തു. ആയിരുന്ന കാലത്ത് പാപിയോട് കൂടെ നടന്നു, പക്ഷെ പാപത്തിൽ നടന്നില്ല. പാപിയോട് സംസാരിച്ചു, പക്ഷെ പാപം സംസാരിച്ചില്ല. പാപിയോടുകൂടെ ഭക്ഷിച്ചു, പക്ഷെ പാപം ഭക്ഷിച്ചില്ല. പാപിയോടുകൂടെ ഉറങ്ങി, പക്ഷെ പാപത്തിൽ ഉറങ്ങിയില്ല. പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം പ്രവർത്തിക്കാത്ത, പാപി അല്ലാത്ത പരിശുദ്ധനായ എന്റെ യേശു കാൽവറിയിൽ പരമയാഗമായി എന്തിന്? പാപികൾക്ക് പകരം പ്രായശ്ചിത്തമായി പാപികളുടെ പാപത്തെ മോചിപ്പിക്കുവാൻ മദ്യപാനികളുടെ മദ്യപാനങ്ങൾ മാറ്റാൻ, വെറുക്കൂത്തുകാരുടെ വെറിക്കൂത്തുകൾ മാറ്റാൻ, കുടുംബക്കലഹമുള്ളവരുടെ കുടുംബക്കലഹങ്ങൾ മാറ്റാൻ, പാരമ്പര്യ പിശാചിന് പിടിക്കപ്പെട്ടവരുടെ പൈശാചിക പോരിൽ നിന്ന് അവരെ വിടുവിപ്പാൻ, ലോകത്തിൽ നിന്നെ രക്ഷിപ്പാൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ പരമയാഗമായി യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ഇങ്ങനെയാണ് വായിച്ച മോളെ മത്തായി സുവിശേഷം 27-ാം അധ്യായം 50 മുതൽ. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു, എലി എലി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? യേശു ഉറക്കെ നിലവിളിക്കുവാൻ തുടങ്ങി. അവസാനമായി യേശു നിലവിളിച്ചു, പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കരത്തിലേക്ക് ഞാൻ തരുന്നു. യേശു നിലവിളിച്ചു. ആ നിലവിളിച്ച ഉടനെ അടുത്ത വാക്ക്, അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല, ദൈവാലയത്തിലെ തിരശ്ശീല മേൽതൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ കല്ലറകൾ